ഉഷേ ആ ഉഷേ എന്തല്ല നിന്റെ അടുക്ക് ലേശം മുളക് പൊടി ഉണ്ടാവുക തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്ക് തീർന്നു പോയണേ ഉണ്ടെങ്കിൽ ലേശം തന്നെ മേടിച്ചാ കൊണ്ടുതരാം. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷോ? ഞാൻ പിന്നെ ഇല്ലേ രമേന്റെ വീട്ടിൽ പോയിനേനെ. ഞാൻ രമേന്റെ വീട്ടിൽ പോയ സമയത്ത് ആടെ ഒരേ ചർച്ച. ഞാൻ വിചാരിച്ചു ഇതെന്നാ പേടി ഇങ്ങനെ ചർച്ച നടക്കുന്നു. ഞാൻ രമേനോട് ചോദിച്ച്, രമ എന്നാന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അപ്പൊ രമ പറഞ്ഞ്, അണേ എൻ്റെ ഇളയ മോക്ക് ജേർണലിസം പഠിക്കാൻ പോകണം പോലും. പോണ്ടത് എവിടെയാന്ന് ബാംഗ്ലൂരിൽ. ഞാൻ രമേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ്, രമേനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞ്, രമേ നീ എന്തിനു വേണമെങ്കിൽ വിട്ടോ, പക്ഷെ ഈ ജേർണലിസത്തിനൊന്നും പെൺകുട്ടികളെ വിടണ്ട. പെൺകുട്ടികൾക്ക് ഏറ്റവും പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കോഴ്സ് എന്ന് പറയുന്നത് ടീച്ചർ ഭാഗമാണ്. ടീച്ചർ ഭാഗം പഠിച്ചാലെന്നാണ് നമുക്ക് നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടാം. പോരാത്തതിന് 4 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാം. പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ ടീച്ചർ ഭാഗമാണ്. പിന്നെ പോകേണ്ടത് എവിടെയാ വെച്ചാൽ ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞ് ടീച്ചർ ഭാഗമെല്ലാം പോയി കഴിഞ്ഞാൽ നാട്ടിലെത്ര കോഴ്സ്, നാട്ടിലെത്ര സ്ഥലമുണ്ട് പഠിക്കാൻ വേണ്ടി. ആടെയെല്ലാം പഠിക്കാൻ പോകാം. ഈ ബാംഗ്ലൂരും അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലം കൂടി ഉണ്ടല്ലോ പിള്ളേരെല്ലാം ഇങ്ങനെ പഠിക്കാനെല്ലാം പോകുന്നത്, കൊച്ചി. ആടെ ഒരിക്കലും പിള്ളേരെ പഠിക്കാൻ വിടാൻ പാടില്ല. പിള്ളേർ ആടെ പോയിനോ പിള്ളേരെ കാര്യം പോക്കാണ്. പിന്നെ പിള്ളേർ പഠിക്കുമെന്നില്ല, വേറെ പലതിനോ പിള്ളേർ പോവാം. ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ഒരിക്കലും വിടരുത്. നാട്ടിൽ തന്നെ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലത് നാട്ടിൽ പോകുന്നത്. എല്ലാം നല്ല കുട്ടികളായിരിക്കും, പക്ഷെ ആടെ പോയി കഴിഞ്ഞാൽ പിള്ളേർ സ്വഭാവം മാറും. അതുകൊണ്ട് ഒരിക്കലും ബാംഗ്ലൂർ ഒരിക്കലും വിടാൻ പാടില്ല പിള്ളേർ. ബാംഗ്ലൂരും വിടാൻ പാടില്ല, കൊച്ചിയിലും വിടാൻ പാടില്ല. അത്ര നല്ല കോഴ്സായാലും ശരി. ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലത് ടീച്ചർ ഭാഗം തന്നെയാണ്, വേറെ ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വിലാസിനീൻ്റെ വീട്ടിൽ കൂടി എനിക്കൊന്ന് പോകണം. അവിടെ എന്തെല്ലോ പിന്നെ മൂത്ത മോൾക്ക് എന്തോ ആലോചന വരുന്നുണ്ട് പോലും. അതിൻ്റെ എന്തെല്ലാന്നല്ല ഞാൻ ചോദിച്ചിട്ട് വരുന്നു. അപ്പം ഞാൻ ഇപ്പം തന്നെ നീ നോക്ക്, ഞാനവിടെ കറക്റ്റ് സമയത്ത് എത്തിയോണ്ടല്ലേ എനിക്കതെല്ലാം പറയാൻ പറ്റിയേ. അത് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് അതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ആടെ എത്തി, എനിക്കെല്ലാം പറയാൻ പറ്റിയോണ്ട് അതവിടെ ആയി. അല്ലെങ്കിൽ ഇപ്പം എന്നായിരിക്കും അതിനിപ്പോൾ ബാംഗ്ലൂരല്ലേ വിടുക. പറഞ്ഞേ ഞാൻ വിലാസിനീൻ്റെ വീട്ടിലൊന്ന് പോയി നോക്കട്ടെ. അതിൻ്റെ മൂത്ത മോൾക്ക് എന്തെങ്കിലും ആലോചന വരുന്നുണ്ട് പോലും. അതിൻ്റെ എല്ലാം എന്തല്ലേ നമ്മളെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലല്ലേ എന്തെല്ലാം എന്നെല്ലാം ചോദിച്ചിട്ട് വരുന്നു. എൻ്റെ നാളെ പറയട്ടെ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ.